എന്ന് പറയാൻ വന്നത് അയ്യപ്പൻ കോവിലിന് ശേഷം അയ്യപ്പൻ കോവിലോ ആ സാധനത്തിന് ശേഷം നമ്മളിപ്പോൾ എവിടെ അഞ്ചൂരിലേക്ക് വന്നേക്കുവാണ്. എനിക്ക് കുറച്ച് ഛർദ്ദിക്കാനൊക്കെ മുട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം മാറിയിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ മാറാനൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ ഞാൻ ആലോചിക്കുക. എന്തിനു ചിന്തിക്കുന്നു? തിന്നാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ തിന്നോണം. നമ്മൾ ഇത് അഞ്ചുറയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം അവിടെ സൈഡിലായിട്ട് തന്നെ എൻട്രൻസിൽ തന്നെ കുറേ കടകളുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളൊക്കെ മേടിച്ച് കഴിച്ച് താഴോട്ട് പോകുന്നതാണ് അഞ്ചുറയിലേക്ക് പോകേണ്ട ഭാഗം. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം അതിലൊക്കെ ഇരുന്ന് ആടി. ഈ വഴി വലത്തേക്ക് പോയാലാണ് ഈ അഞ്ചുരുളിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടണൽ നമുക്ക് കാണാൻ പറ്റുക. നേരെ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ വെള്ളം ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. തൊട്ടപ്പുറത്താണ് അഞ്ചുരുളിയാണ്. ഇവിടുന്ന് നമുക്ക് സൗണ്ട് ഇപ്പം തന്നെ കേൾക്കാൻ പറ്റുന്നത്. ഇതൊരുപാട് തിരക്കുണ്ട് കേട്ടോ. നമ്മളെപ്പോലെ എല്ലാ വെക്കേഷന് വേണ്ടി ഒരുപാട് പേര് ഇവിടെ നിന്ന് കാണാൻ വന്നിട്ടുണ്ട്. ഒരു ടണലിൽ കുറേ വെള്ളം വരുന്ന ഭാഗമാണിത്. മുമ്പേ കണ്ട ടണലിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും കയറിപ്പോകാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ കയറിപ്പോയില്ല. ഇന്നത്തെ ഒഴുക്ക് കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിന്ന്. മുമ്പേ പറഞ്ഞല്ലോ, ഇടത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നൊരു വ്യൂ കാണാൻ പറ്റുന്ന ആ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തോ വാണിംഗ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാക്കേനെ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ അധികം ഒന്നും നിന്നില്ല. കാര്യം ഇവിടെ അധികം ഒന്നും കാണാനില്ലായിരുന്നു. നമുക്ക് കുറച്ച് വീട്ടിൽ പോകേണ്ട തിരക്കുണ്ടായിരുന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഇറങ്ങി. ഒരു ചെറിയ ഒരു സ്പോട്ടാണിത്. അധികം ഒന്നും കാണാനില്ല. ചിലപ്പോൾ ആ ടണലിലേക്ക് കയറി പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ ഇന്നത്തെ വെള്ളമൊക്കെ കൂടുതലായതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറിയില്ല. അപ്പം വരുന്നവർ ഉറപ്പായിട്ടും മസ്റ്റ് വിസിറ്റ് സ്ഥലമാണെന്ന് ഞാൻ പറയത്തില്ല. എന്നാലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ സൈനിങ് ഓഫ്. ബൈ ബൈ.